ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന ഇന്ന് സങ്കീർത്തനങ്ങൾ ഒന്ന് ധ്യാനിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119 സങ്കീർത്തനം 89 മുതൽ 96 വരെയുള്ള വാക്യമാണ് വായിക്കുവാൻ വേണ്ടി പോകുന്നത്. സങ്കീർത്തനങ്ങൾ 119, 89 മുതൽ 96 വരെയുള്ള 8 വാക്യങ്ങളേ ഉള്ളൂ. വായിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ്വ സൃഷ്ടികളും നിൻ്റെ ദാസന്മാരല്ലോ. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിൻ്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. ഞാൻ സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിൻ്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായി ഇരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനങ്ങൾ സാംസ് 119, 89 മുതൽ 96 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഹെഡിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പം ലാമേത്ത് എന്ന വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ലാമേത്ത് എന്നത് എബ്രായ അക്ഷരമാലയിലെ 12ാമത്തെ അക്ഷരമാണ് ലാമേത്ത്. ഓക്കെ, ലാമേത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പഠിപ്പിക്കുക, ടു ടീച്ച്, ഇല്ലെങ്കിൽ ശിക്ഷണം നൽകുക എന്നതാണ്. ഓക്കെ, പഠിപ്പിക്കുക. ഓക്കെ, ഇതിൻ്റെ സൂചന എന്ന് പറയുമ്പോൾ അധ്യാപകൻ, പഠനം, ശിഷ്യത്വം, അഥവാ ദൈവം തൻ്റെ വചനത്തിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നവൻ എന്ന ആശയമാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതായത് ദൈവം തൻ്റെ വചനത്തിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നവൻ എന്ന ആശയമാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൻ മൂല്യവിഷയം എന്ന് പറയുമ്പോൾ, ഈ സങ്കീർത്തനത്തിൻ്റെ മൂല്യവിഷയം എന്ന് പറയുമ്പോൾ, ദൈവവചനം നിത്യമായതാണ്, മാറ്റമില്ലാത്തതാണ്, ജീവൻ നൽകുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം നിത്യമായതാണ്, മാറ്റമില്ലാത്തതാണ്, ജീവൻ നൽകുന്നതുമാണ് ഈ വചനത്തിൻ്റെ മൂല്യവിഷയം. സ്തോത്രം. ഇവിടുത്തെ നമ്മളൊന്ന് വായിച്ച സങ്കീർത്തനത്തിൽ പ്രധാന വിഷയങ്ങളെന്ന് പറയുമ്പോൾ 6 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ദൈവവചനം നിത്യമായതാണ്. ദൈവവചനം നിത്യമായതാണ്. 2, സൃഷ്ടികൾ ദൈവത്തിൻ്റെ വിശ്വസ്തത, അല്ലേ? സൃഷ്ടികൾ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3, ദുഃഖത്തിൽ അല്ലെങ്കിൽ കഷ്ടതയിൽ ജീവൻ നൽകുന്ന വചനം. ആമേ, നമ്മുടെ കഷ്ടതയിൽ ജീവൻ നൽകുന്ന വചനം. 4, വചനം മറക്കില്ല എന്ന തീരുമാനം നാം എടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. 5, രക്ഷ ദൈവത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. രക്ഷ ദൈവത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. 6, ദൈവവചനം ശത്രുക്കളെക്കാൾ ജ്ഞാനമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 6 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചുരുക്കമായിട്ട് തന്നെ നമുക്ക് സ്തോത്രം ധ്യാനിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. 1ാമത്തെ വാക്യം, അതായത് വേഴ്സസ് 89 നമ്മൾ വായിച്ചു. യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ കർത്താവിനോട് പറയുകയാണ്, യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവവചനം നിത്യമായതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവിനെ കൊണ്ട് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആമേൻ. ഉൽപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കും മുമ്പ് ആദി ഉണ്ട്. ആദിയിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം ഒന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം. അപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അതാർക്ക് ലഭിച്ചതാ? 1 പത്രോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇന്ന് ദേശമെങ്ങും പ്രസംഗിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാ. ആമേൻ. സ്തോത്രം. നമ്മൾ ആരായിക്കോട്ടെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാകാം, ലോകപ്രകാരമായി ജീവിക്കുന്നവരാകാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാ. നമ്മുടെ ആത്മീക ജീവിതത്തിലും ആമേൻ ഭൗതിക ജീവിതത്തിലും ആമേൻ സ്തോത്രം കൂടെ നടക്കുന്നത് ദൈവത്തിൻ്റെ വചനം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതാകും നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആമേൻ. ഇന്ന് ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ കാരണം ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് പ്രമാണിച്ച് നടക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നവർ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ആമേൻ സ്തോത്രം എപ്പോഴും ആമേൻ സംസാരിക്കുന്നതായി നമ്മളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 2 പത്രോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. ഈ മർമ്മം ലഭിച്ചവരെ മാത്രമേ അതിനുവേണ്ടി കാത്തിരിക്കുകയുള്ളൂ. സ്തോത്രം. നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും. കർത്താവ് ഈ ലോകത്തെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നീതിയിലെ ആമേൻ സ്തോത്രം വസിക്കുന്നതായിട്ട് ദൈവം എന്ത് ചെയ്തു? നീതി വസിക്കുന്നതായിട്ട് ആകാശത്തെയും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ദുഷ്ടൻ്റെ വാക്ക് കേട്ട ദൈവമക്കൾ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അകന്നുപോയപ്പോൾ ആമേൻ സ്തോത്ര കർത്താവ് ലോകത്തെ എന്ത് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്? ഹല്ലേലൂയ. അത് നശിപ്പിച്ച് ആമേൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും അല്ലേ നമുക്ക് വേണ്ടി ഒരുക്കി തരും. ആമേൻ. കർത്താവിൻ്റെ വരവിൻ കീഴിൽ ആമേൻ സ്തോത്ര ഹല്ലേലൂയ അത് നമുക്ക് ലഭിക്കും. ആമേൻ. കർത്താവിൽ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ്, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന, നാം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നാം കാത്തിരിക്കുന്നവർക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യത്തിൽ പറയുന്നു, സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ലേ? കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു അല്ലേ? ആ ദൈവത്തിൻ്റെ വിശ്വസ്തത ആദാം മുതൽ ആമേൻ സ്തോത്രം നമ്മുടെ തലമുറ വരെ, ഇതുവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറ വരെയും ദൈവം വിശ്വസ്തത കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം, നാം തിരിച്ച് ദൈവത്തിന് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? നാം പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി വിട്ട് മാറിപ്പോയപ്പോഴും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിന്ന് ദൈവം ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 90-91 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നിൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. കർത്താവ് ഭൂമിയെ സൃഷ്ടിച്ചു അല്ലേ? അത് നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വാക്ക് ഭൂമി അനുസരിച്ചിരിക്കുന്നു. അവ ഇന്നുവരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. ആമേൻ. സർവ്വ സൃഷ്ടികളും നിൻ്റെ ദാസന്മാരല്ലോ. അതിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സർവ്വ സൃഷ്ടികളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സകലരും ദൈവത്തിൻ്റെ ദാസന്മാരെന്ന ദൈവത്തിൻ്റെ വചനം അവിടെ വിളിച്ചു പറയുന്നു. ആമേൻ. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്നു.
നിൻ്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിൻ്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നിൻ്റെ വിശ്വസ്തത നീ യാക്കോബിനോടും, യാക്കോബ് അല്ലേ, അബ്രഹാമിൻ്റെ പൈതൽ യാക്കോബ്, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അല്ലേ, യാക്കോബിനോട് ദൈവം വിശ്വസ്തത കാണിക്കുന്നുണ്ട്. നിൻ്റെ ദയ അബ്രഹാമിനോടും കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന അല്ലേ, സത്യം ചെയ്തിട്ടുണ്ട് കർത്താവ്. ആമേ. നിൻ്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിൻ്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. നമുക്ക് വേണ്ടി ദയ കാണിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. ഹല്ലേലൂയ. ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. ആമേൻ. സത്യദൈവം അവനാണ്. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് നടക്കുന്നവർക്ക് കർത്താവ് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ നിയമവും ദയയും കർത്താവ് എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം പറയുന്നു. അപ്പോൾ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ കാണുവാനിടയായി. മൂന്നാമത് പറയുന്നു, ദുഃഖത്തിൽ അഥവാ കഷ്ടതയിൽ ജീവൻ നൽകുന്ന വചനം. നമ്മുടെ കഷ്ടതയിൽ ജീവൻ നൽകുന്ന വചനം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കഷ്ടതയിൽ ജീവൻ നൽകുന്ന വചനം. എൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നു, ഇല്ല എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. കർത്താവിൻ്റെ വചനം പറയണത്, നിൻ്റെ ന്യായപ്രമാണം, കർത്താവിൻ്റെ വചനം എൻ്റെ പ്രമോദം, ഇംഗ്ലീഷിൽ പറയുന്നു ഡിലൈറ്റ് അല്ലേ, ഡിലൈറ്റ്, തമിഴ് മനമകിഴ്ചി. കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ സന്തോഷം തരുന്നത് ആയിരുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. കഷ്ടകാലത്ത് അവൻ നമുക്ക് ഏറ്റവും തുണയായ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമുക്ക് സന്തോഷകരമായി, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളതായി, പ്രബോധമായി ഉള്ളതുകൊണ്ട് കഷ്ടത്തിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല? നശിച്ചു പോകുകയില്ല. നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവത്തെ ഒന്ന് കരങ്ങളെ തട്ടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം സ്തോത്രം. ദൈവം നമുക്ക് പ്രമോദം ആയിരുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഹല്ലേലൂയ. 92 പറയുന്നേ. സ്തോത്രം. സങ്കീർത്തനം 94 18-ാം അധ്യായം 94-ാം സങ്കീർത്തനം 18-19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയണത്, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. എൻ്റെ കാൽ വഴുതിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ, വഴുതുന്നു കർത്താവേ എൻ്റെ കാൽ വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. കർത്താവ് നമുക്ക് ദയ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉണർവ് നമുക്ക് ഉണ്ടാകണം. ദൈവസന്നിധിയിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ള, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ ചോദ്യം, കർത്താവേ എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്തോത്രം പറയണം. സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ പറയണം. പ്രൈസ് ദി ലോർഡ്. യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ വഴുതി പോയിട്ടുണ്ട്. സ്തോത്രം. നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ വഴുതി പോയിട്ടുണ്ട്. കർത്താവിൻ്റെ ദയയാണ് നമ്മെ താങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. 19 പറയുന്നു, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലെ, ഹൃദയത്തിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ, സ്തോത്രം, നിൻ്റെ ആശ്വാസമായിട്ടുള്ള വചനങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം
22-23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയാണ്, നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ നടക്കുമ്പോൾ ദൈവവചനപ്രകാരമായി നീ നടക്കുമ്പോൾ ദൈവവചനം നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ആമേൻ. 23 പ്രോവബ്സ് 6:23 വായിക്കുന്നു, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചമും, പ്രബോധനത്തിൻ്റെ ശാസനകൾ അത് ജീവൻ്റെ മാർഗവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4 പറയുന്നു, വചനം മറക്കില്ല എന്ന തീരുമാനം നാം എടുക്കേണ്ടത് ആവശ്യമാണ്. നാം വചനം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വചനം വായിപ്പാനോ ധ്യാനിപ്പാനോ നമ്മൾ മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. 4 അവിടെ പറയുന്നു, ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. സങ്കീർത്തനകാരൻ പറയുകയാണ്, ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 6:63 പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. സ്തോത്രം. നമ്മുടെ ദേഹി, ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ദേഹം നാം ആക്ഷൻസ് കാണിക്കുന്നു. ദേഹത്ത് നമുക്കറിയാം അല്ലേ? സ്തോത്രം. ഈ ആക്ഷൻസ് കാണിക്കുവാൻ നമ്മെ പ്രയത്നം ചെയ്യുന്നത് സ്തോത്രം ദേഹി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ഷൻ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്തോത്രം. ആമേ. ഈ ദേഹിയിൽ പരിശുദ്ധാത്മാവ് അല്ലേ, ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പം നമ്മെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5 പറയുന്നു, 5ാമത്തെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, രക്ഷ ദൈവത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 94 സ്തോത്രം വാക്യം നമ്മൾ വായിക്കുമ്പം, ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ഞാൻ നിനക്കുള്ളവനത്രേ. കർത്താവേ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ നിനക്കുള്ളവനത്രേ. സ്തോത്രം. എന്നെ രക്ഷിക്കണമേ. ഞാൻ എൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നവരായി നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം. സങ്കീർത്തനങ്ങൾ 86 സങ്കീർത്തനം അതിൻ്റെ 2 നമ്മൾ പറയുന്നു, ദാവീദ് കർത്താവിനോട് പറയുന്ന ഒരു പദം അവിടെ കാണുന്നുണ്ട്. എൻ്റെ പ്രാണനെ കാക്കേണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. സ്തോത്രം. എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയേനെ രക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയേനെ രക്ഷിക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന അടിയേനെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ദൈവത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 6ാമത്തേതിൽ നമ്മൾ നോക്കിയത്, ദൈവവചനം ശത്രുക്കളെക്കാൾ ജ്ഞാനമുള്ളത്. ആമേൻ. ദൈവവചനം ശത്രുക്കളെക്കാൾ ജ്ഞാനമുള്ളത്. ദൈവവചനം ജ്ഞാനമുള്ളതാണ്. ശത്രുക്കളെക്കാൾ ജ്ഞാനമുള്ളതാണ്. നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരെ സ്തോത്രം അവർ വലിയ പ്രശ്നമായി നമുക്ക് തോന്നും. പക്ഷേ സ്തോത്രം അവരെക്കാൾ ജ്ഞാനമുള്ളത് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 95-96 നമ്മൾ വായിക്കുമ്പോൾ, ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. അവർ നമ്മെ നശിപ്പിപ്പാനാണ് പതിയിരിക്കുന്നേ. ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചിരിക്കണം. അതുകൊണ്ട് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ വായിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലേ? അല്ല, ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുന്നവരായി നമ്മൾ മാറണം. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിൻ്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചന ശത്രുക്കളെക്കാൾ ജ്ഞാനമുള്ളത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവമാണ് അവിടെ കാണുന്നത് അല്ലേ? സ്തോത്രം. പത്രോസിന് വന്ന ഒരു വലിയൊരു ആപത്ത്, ശത്രുക്കളാൽ നേരിടുന്ന സ്തോത്രം ഒരു വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം വിടുവിച്ച കാര്യമാണ് സ്തോത്രം അവിടെ വായിച്ചത്. പത്രോസിന് സുബോധം വന്നിട്ട് അല്ലേ? സ്തോത്രം. സുബോധം വെച്ച ഒരു ദർശനം കാണും പോലെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. സ്തോത്രം. അവർ വല്ലാത്ത സ്തോത്ര കാവലറയിലല്ലേ ചിരച്ഛേദം രാവിലെ ആകുമ്പോൾ ചിരച്ഛേദം കൊള്ളുക. സ്തോത്രം ഒരു വലിയൊരു ഹല്ലേലൂയ
ആമേൻ സ്തോത്രം. അവരുടെ പെരുന്നാൾ അല്ലേ, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവനെ കൊല്ലുവാൻ, ശരച്ഛേദം കൊല്ലുവാൻ ചെയ്യുവാൻ വേണ്ടി അവിടെ ആമേൻ സ്തോത്രം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, കാവലറയിൽ ആമേൻ ഇട്ടിരിക്കുകയാണ്. എന്നാൽ ആമേൻ സ്തോത്രം അന്ന് ആമേൻ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു എന്ത് ചെയ്തു, അവിടെ നിന്ന് ആമേൻ സ്തോത്ര ചങ്ങലകൾ എല്ലാം മാറ്റിയിട്ട് കർത്താവ് അവരൊന്ന് വിടുവിച്ചു. ആമേ. അപ്പോൾ ഇവർ ദർശനം കാണും പോലെയാണ് തോന്നിയത്. അവർ വായിക്കുമ്പോൾ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സ്തോത്ര ദൂതനയച്ച ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ച കർത്താവിനെ ആമേൻ സ്തോത്ര സ്തുതിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആപത്തിൽ നിന്ന്, ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന, വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇപ്രകാരമായി ഉപയോഗമാണ്. ആമേൻ സ്തോത്രം. ഹീബ്രുയുടെ പുസ്തകം അല്ലേ, ഹെബ്രായരുടെ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചങ്ങളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും പാവങ്ങളെയും വിവേഹിക്കുന്നതുമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കർത്താവിനെയാണ് നമ്മൾ കൂട്ടാളിയായി പിടിക്കേണ്ടത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആമേൻ സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരായി ആമേൻ സ്തോത്രം നമുക്ക് അവർക്ക് സേവ ചെയ്യാം. ആമേൻ സ്തോത്രം. ഇന്ന് നമ്മൾ വായിച്ച വചനങ്ങൾ, ആമേൻ സ്തോത്രം, ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ധ്യാനിച്ചത് നമുക്കൊരു അനുഗ്രഹമായി തന്നെ തീരട്ടെ. ആമേൻ സ്തോത്രം. കേട്ട് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.